കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. നമ്മളിപ്പോൾ തോറ്റു നിൽക്കുകയാണ്, സഹായിക്കാൻ ആരുമില്ല, വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളില്ല. നമ്മൾ കടന്നു പോകുന്ന അത്ര വലിയൊരു ഇരുട്ടിലൂടെ ആയിരിക്കും. പക്ഷേ ദർ ഈസ് എ സോഴ്സ് ഓഫ് പവർ. ഈ ശക്തിയുടെ ഒരു ഉറവിടമുണ്ട്. നീ തോറ്റു നിൽക്കുകയാണെങ്കിലും നിൻ്റെ എനർജിയുടെ ഏറ്റവും ലോ ലെവലിൽ നിൽക്കുന്ന സമയത്തും നിൻ്റെ ശക്തി വീണ്ടും കൂട്ടാൻ നിനക്കൊരു ഉറവിടമുണ്ട്. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലിയില്ലേ? സർവശക്തനായ പിതാവ്, ആകാശത്തിൻ്റെയും ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവം എൻ്റെ പിതാവാണ്. ആ ദൈവമാണ് എൻ്റെ ശക്തിയുടെ ഉറവിടം. ഞാൻ ആ ദൈവത്തെ വിശ്വസിക്കുന്നു, ഞാൻ ആ ദൈവത്തെ സ്നേഹിക്കുന്നു. കുഞ്ഞു ജീവിതമാണ്, പെട്ടെന്ന് ഇടിച്ച് പൊട്ടി തകർന്നൊക്കെ പോകാവുന്ന ഒരുപാട് സങ്കടങ്ങളൊക്കെ വരാൻ സാധ്യതയില്ല. ഒരുപക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കും. ശക്തിയുടെ ഉറവിടമായ കർത്താവിനെ മാത്രം മറന്നു പോകരുതെന്നുള്ള ഒറ്റ കാര്യത്തിൽ നമുക്ക് പിടിച്ചു കയറാൻ പറ്റും. കൊരിന്തോസുകാർക്ക് 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്തോസ് 4:7 പൗലോസിൽ ഇങ്ങനെ പറയുന്നില്ലേ? പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. നമ്മുടെ ജീവിതം ഇങ്ങനെ ഒരു മൺപാത്രത്തിൽ തന്നേക്കുന്നതാണ്. ഒരു നിധിയായ ജീവിതമാണ്, ഒരു മൺപാത്രത്തിലാണ് തന്നേക്കുന്നത്. ചിലപ്പോൾ നമ്മൾ തട്ടിയും പൊട്ടിയൊക്കെ തകർന്നു പോയേക്കാം, എവിടെയെങ്കിലുമൊക്കെ പോയി സ്റ്റക്കായി നിന്നേക്കാം. എൻ്റെ ശക്തിയുടെ ഉറവിടം 2 കൊരിന്തോസ് 4:7 വചനം മറന്നു പോകല്. പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. തകർക്കാൻ ശ്രമിച്ച രോഗത്തിനോ മനുഷ്യർക്കോ പിശാചിനോ ഈ ഭയങ്ങൾക്കോ ഒന്നുമല്ല. പരമമായ ശക്തി, ദി അൾട്ടിമേറ്റ് പവർ ബിലോങ്സ് ടു ദി അതോറിറ്റി. ആ അതോറിറ്റി ഈശോയാണ്. എൻ്റെ ശക്തിയുടെ ഉറവിടമാണ് ആ ദൈവം. സർവശക്തനാണ്, എൻ്റെ പിതാവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കടന്നു പോകുന്നത് എന്തൊക്കെ വിഷമത്തിലൂടെ ആണെങ്കിലും ഈ 2 വചനഭാഗം 2 കൊരിന്തോസ് 4:7 വായിക്കണം. സങ്കീർത്തനം 18 സമയമെടുത്ത് നിന്ന് ശാന്തമായിട്ടൊന്ന് വായിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാനങ്ങനെ സ്നേഹിക്കുന്നു പ്രഖ്യാപിക്കണം. ഒപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ശക്തി ക്ഷയിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ, ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തൊരു പ്രതിസന്ധിയിലാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടി ആ വിശ്വാസപ്രമാണം എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കണം.